ഇവിടെ വാ. കേരളി 1951 4. പോ. ഗാനമേളയും കഥാപ്രസംഗവും മിമിക്രിയും എല്ലാം അരങ്ങിലെത്തിയതോടെ ചവിട്ടുനാടക യോഗം കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. അല്ല, അതല്ല ശരി. ഗാനമേള, കഥാപ്രസംഗം, കഥകളി, നാടകം, മിമിക്രി, ചവിട്ടുനാടകം ഒക്കെ ഒരേ സമയം അതതിൻ്റെതായ സ്ഥാനവും പ്രതാപവും നിലനിർത്തിയിട്ടുള്ള കലാരൂപങ്ങളാണ്. ഒന്നൊന്നിന് പകരമാകില്ല. എല്ലാം വേണം. പക്ഷേ ഒന്നിനെ കുഴിച്ചുമൂടിക്കൊണ്ടാവരുത് മറ്റൊന്നിനെ വളർത്താൻ. എന്താന്ന് രാജാവേ? ഒരു കരിക്കിട്ടുണ്ടോ അവിടെ? ഇതിൽ തുന്നാൻ ഇനി എവിടെയാണ് ഇടം? ഓ, പിന്നെ തരാം. ഞാനറിയാതെ എന്നെ സ്നേഹിച്ചവൾ, കാമത്താവളത്തിലെ അവളുടെ നെടുവീർപ്പുകൾ ഓർത്തപ്പോ ജീവിതത്തെ ഞാൻ കുറെ കൂടി പച്ചയായി കാണാൻ തുടങ്ങി. പട്ടാളം പേടിച്ചു. നീ ബെറ്റി, നീ ഇപ്പൊ എവിടെയാ? നിന്റെ കല്യാണം? കല്യാണം, എന്നും കല്യാണം. ചിലപ്പോ ദിവസത്തില് 2-3 കല്യാണം. തമാശ കളപെണ്ണേ, കാര്യം പറ. ഇനി കാര്യമായി പറയാൻ ഒന്നും ഇല്ലറേ. തൊമ്മച്ചേട്ടന്റെ മകൾ ബെറ്റിക്കിപ്പോൾ ഒരു പുതിയ പേരും മേൽവിലാസവും ഉണ്ട്. ബുദ്വാർപേട്ടിലെ മായ. സ്ത്രീകളും കുഞ്ഞുങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും പീഡനങ്ങളും എന്റെ പാഠ്യ വിഷയങ്ങളായി. ഈ സത്യങ്ങളെല്ലാം നാടകത്തിലൂടെ പൊതുജനമധ്യത്തിൽ എത്തിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. വിവാഹം അതൊരു സ്വപ്നമായി തന്നെ തുടരുന്നു. തൊമ്മച്ചേട്ടന്റെ മകൾ ബെറ്റിയെ ഓർക്കാറുണ്ടോ? ആ ഓർമ്മകൾ പലപ്പോഴും ഒരു പാട്ടിന്റെ രൂപത്തിൽ മനസ്സിൽ നിറയും. എന്താ, കേൾക്കണോ? ഒരു നാൾ നീ വരും സ്നേഹത്തിൻ കുളിരുമായി, നനച്ചിരിപ്പു ഞാൻ വസന്തമേ വരികയായില്ലയോ, ഇനിയും വരികയായില്ലയോ. എന്താ പോരെ? ഒരു കലാകാരൻ എന്ന നിലയിൽ സബലീകരിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും മോഹം ഉണ്ട്. സുഹൃത്തെ, ഒരിക്കൽ കൂടി നിങ്ങൾ
നിങ്ങൾ എനിക്ക് കിരീടവും ചെങ്കോലും തരിക. സാങ്കേതിക മികവിലും സന്മാർഗതയിലും ഉച്ചകോടിയിൽ നിൽക്കുന്ന കേരള നാടിന്റെ ഏതെങ്കിലും ഒരു നിറവേദിയിൽ എനിക്ക് നാഞ്ഞാടണം. ആശാൻ അറിയോ, സത്യത്തിൽ പ്രോഗ്രാം കഴിയുന്നവരെ എനിക്ക് ടെൻഷനായിരുന്നു. MD-ക്ക് ഒത്തിരി ഇഷ്ടമായി. റിയലി അങ്ങ് കലക്കി. മതി മതി, ഇനി നടക്കാവുന്ന ദൂരം. ഇന്ന് ഈ വേഷത്തിൽ എനിക്കൊന്ന് വിലസണം. കുറെ കാലമായി കാണും ഇവരെന്നിങ്ങനെ കണ്ടിട്ട്. നന്ദി, ഒത്തിരി നന്ദി. ഈ ചെറുപ്രായത്തിൽ ഇത്രയും നന്മ ആർക്കും വേണ്ടാത്തവരെ കണ്ടില്ലെന്ന് നടിക്കാൻ എളുപ്പ. പക്ഷേ ഈ മനസ്സിന് അങ്ങനെ തോന്നിയില്ലല്ലോ. നന്ദി. നന്നായി വരും, നന്നായി വരും. എടാ തുമ്മിയേ, ഓയ് ആരാണാ വരുന്നത് നോക്കിയേ? നമ്മുടെ കാറൽസ്മാൻ ലാലാവും. ഒന്ന് ചുമ്മാതിരിടാ തുമ്മി, കണ്ടിട്ട് എവിടെയോ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന മട്ടുണ്ട്. അഭ്യുദയകാംക്ഷികളെ, ഉണരൂ. സമാനതകളുടെ സമ്പൂർണ്ണ ലോകത്തെ വാർത്തെടുക്കൂ. പ്രവാചകരായി, വിപ്ലവകാരികളായി ഉയർത്തെഴുന്നേൽക്കൂ. ആരവിടെ? തുമ്മി, ഒരു ചായ. എന്താ തുമ്മി, പേടിച്ചു പോയാ? നമസ്കാരം. ഇന്ന് മരണമടഞ്ഞ ചവിട്ട് നാടകത്തിന്റെ അമരക്കാരനായിരുന്ന റെയ്സ് ലാൻഡ്ര ആശാന് കൈരളി TV-യുടെ ശ്രദ്ധാഞ്ജലി. ചവിട്ട് നാടകത്തെക്കുറിച്ച് അധികമൊന്നും അറിയപ്പെടാത്ത ഈ നവ സാംസ്കാരിക കേരളത്തിൽ ഒരു വിറങ്ങലോടെയാണ് ആശാൻ തന്റെ ശിഷ്യജീവിതം നയിച്ചത്. അത്ഭുതമെന്ന് പറയട്ടെ, ഇന്നലെ വൈകിട്ട് കൈരളി TV ഒരുക്കിയ ഒരു പ്രത്യേക വേദിയിൽ അദ്ദേഹം തന്റെ അന്ത്യാഭിലാഷമെന്നോണം ചവിട്ടിയാടിയ പരിത്രാണം എന്ന കലാശില്പം വളരെ ചിന്താജനവും വിസ്മയജനവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നടന തിലകമായ ആ അന്ത്യരംഗം സാദരം നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. അഭ്യുദയകാംക്ഷികളെ, ഉണരൂ. സമാനതകളുടെ സമ്പൂർണ്ണ ലോകത്തെ വാർത്തെടുക്കുവാൻ പ്രവാചകരായി, വിപ്ലവകാരികളായി ഉയർത്തെഴുന്നേൽക്കൂ. ലോകത്തെ ആദർശങ്ങളാ മനുഷ്യാവകാശങ്ങൾ അന്തസ്സും നേടിടാ